നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല. കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല എങ്കിലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നടന്റെ മികച്ചൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു ബാല. ഇപ്പോൾ ബാഡ് ബോയ്സ് എന്ന ഒമർ ലുലു ചിത്രത്തിൽ ബാലയും അഭിനയിക്കുന്നുണ്ട്. അടുത്തിടെയായി സോഷ്യൽ മീഡിയയിലും ബാല വീണ്ടും സജീവമായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫാദേഴ്സ് ഡേയിൽ മകൾക്കൊപ്പമുള്ള വീഡിയോ താരം പങ്കുവച്ചിരുന്നു. അവന്തിക എന്നാണ് മകളുടെ പേരെങ്കിലും പാപ്പു എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നത്. മുൻ ഭാര്യയും ഗായികയുമായ അമൃതയുടെ കൂടെയാണ് മകൾ ഇപ്പോൾ ഉള്ളത്. 2010 വിവാഹിതരായ ബാലയും അമൃതയും വേർപിരിഞ്ഞതും അതിനുശേഷമുണ്ടായ ആരോപണങ്ങളുമെല്ലാം എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും മകളെ നേരിട്ട് കാണാൻ പറ്റാത്ത സങ്കടം ബാല വീഡിയോകളിലൂടെയും മറ്റും വ്യക്തമാക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾക്ക് ബാല മറുപടിയൊന്നും കൊടുക്കാറില്ലെങ്കിലും ഫാദേഴ്സ് ഡേക്ക് മകളുടെ വീഡിയോ പങ്കുവച്ചപ്പോൾ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത്. ഇതിൽ ചില കമന്റുകൾക്ക് ബാല മറുപടിയും കൊടുത്തിരുന്നു. ഇതാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബാല: ഒരിക്കൽ ഞാൻ നിങ്ങളെ വെറുത്തിരുന്നു, പക്ഷേ അത് വളരെ കുറച്ചു കാലമേ ഉണ്ടായിരുന്നുള്ളൂ. മകൾ നിങ്ങളുടേതാണെന്നും നിങ്ങളുടേത് തന്നെ എന്നാണ് ഒരാളുടെ കമന്റ്. ഇതിന് നിങ്ങളെപ്പോലെ കുറച്ചു പേരെ ഉള്ളൂ എന്നായിരുന്നു ബാലയുടെ മറുപടി. അതേസമയം ബാലയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളും വന്നിരുന്നു. ഇതിന് ബാല കൊടുത്ത മറുപടിയും വൈറലായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് ഒരു വിവാഹബന്ധത്തിൽ തുടരാനാവാതെ പിരിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വ്യക്തി ബഹുമാനം കൊടുത്ത് മാറി നടക്കുക എന്നതാണ്. അമൃതയുടെ അഡ്വക്കേറ്റ് എല്ലാ രേഖകളും അടക്കം നിങ്ങളുടെ നുണകൾ പൊളിച്ചതാണ്. ആ കുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ അമ്മയെ പിന്നീട് പിന്നാലെ നടന്ന് ഉപദ്രവിക്കാതിരിക്കണം. അവർ ശരിയോ തെറ്റോ ആകട്ടെ, അവരുടെ വിവാഹമോ ജീവിതമോ പിന്നെ അവരുടെ മാത്രം വിഷയമാണ് എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ആ കുട്ടിയെ അയാൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, നുണയാണ് പറയുന്നത്. ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ തെളിവുകൾ കാണിച്ചുകൊണ്ട് അമൃത പറയുന്നുണ്ട്. അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെങ്കിൽ എന്തുകൊണ്ട് ബാല കേസ് കൊടുത്തില്ല? എല്ലാത്തിനും വീഡിയോ ചെയ്യുന്ന അയാൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ഈ കാണുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനും അപ്പുറത്ത് സത്യമുണ്ട് എന്നാണ് മറ്റൊരു കമന്റ്. ഈ കമന്റിൽ ബാല മറുപടി നൽകുന്നുണ്ട്. എല്ലാവരും കള്ളം പറയുകയാണ്. നിങ്ങൾക്ക് അമൃതയോട് അടുപ്പമുള്ളതിനാൽ എന്റെ പിതാവെന്ന നിലയിലുള്ള ഒരു ജീവിതം നേടാൻ സഹായിക്കണം. ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അതല്ലാതെ ഒരു ഫിനാൻഷ്യറായി തരം താഴ്ത്തരുത്. എന്തെന്നാൽ എന്റെ കുട്ടി അത് വെറുത്തേക്കാം. ബഹുമാനപ്പെട്ട മാഡം, ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യാമോ? അതുവഴി എനിക്കൊരു പിതാവായി തുടരാൻ സാധിച്ചേക്കും. കാരണം സാധ്യമായ എല്ലാ വഴികളും ഞാൻ പരിശോധിച്ചു. നിങ്ങൾ മികച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നതിന് പകരം ഒരു പിതാവിന്റെയും മകളുടെയും ബന്ധം സംരക്ഷിക്കാൻ ശ്രമിക്കാത്തതെന്നാണ് ബാല ചോദിച്ചത്. മകൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ ബഹുമാനിക്കണം, അല്ലാതെ ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ലെന്നായിരുന്നുവെന്ന് പറഞ്ഞയാളോട് ബാല മറുപടിയായി പറഞ്ഞതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിന് ബാല നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എന്നെ വിമർശിച്ചു നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട. എന്നെ വിലയിരുത്തുന്നതിന് പകരം നിങ്ങൾ സ്വന്തം അച്ഛനെ സ്നേഹിക്കൂ. അച്ഛനോട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയൂ. അദ്ദേഹം സന്തോഷിക്കും എന്നാണ് ബാല മറുപടി നൽകിയത്.